ഹൈ ഡിയേഴ്സ്. അപ്പോൾ നമുക്ക് ഇന്ന് സാറ്റിൻ റിബൺ വെച്ചിട്ട് വുവൺ റോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാറ്റിൻ റിബണിന്റെ അതേ കളർ ത്രെഡ് എടുക്കുക, പിന്നെ സാറ്റിൻ റിബണിന്റെ തന്നെ കോർക്കാൻ വേണ്ടിയിട്ടുള്ള നീഡിൽ എടുക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ 5 ലൈൻസ് നമ്മൾ വുവൺ റോസിന് വരച്ചു കൊടുക്കും. അതിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സാറ്റിൻ റിബൺ ഇതുപോലെ എടുത്തതിന് ശേഷമാണ് നമ്മൾ വുവൺ റോസ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഒന്നിടവിട്ടുള്ള ലൈൻസിലാണ് നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് സാറ്റിൻ റിബൺ ഇങ്ങനെ നല്ല വശത്ത്, അതായത് നല്ല വശം, അതായത് ഗ്ലേസിംഗ് ഉള്ള ആ ഒരു വശം ഇതുപോലെ വെച്ച് നമുക്ക് പോവേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ സ്പീഡ് കൂടുതലാണ്, 1 മിനിറ്റത്തെ വീഡിയോ ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാറ്റിൻ റിബൺ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ സൂചി ഇങ്ങനെ കുത്തി എടുക്കുന്ന ടൈമിൽ നമ്മുടെ ത്രെഡ് പെട്ടെന്ന് ഇങ്ങനെ മുകളിലോട്ട് വരും. പക്ഷേ നമ്മുടെ ഈ സാറ്റിൻ റിബൺ നമ്മളിങ്ങനെ എടുക്കുന്ന ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്കിങ്ങനെ മുകളിലോട്ട് നമ്മുടെ, അതായത് ഈ ക്ലോത്തിലോട്ട് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇത്തിരി ഒന്ന് വലിയ സൈസിലുള്ള റിബൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സൈസിലുള്ള റിബൺ വേണമെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഭയങ്കര സിമ്പിളാണ്, നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ ത്രെഡ് വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളും ഒരു എടുപ്പും ഒക്കെ കാണും നമ്മൾ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ബാക്കി നമ്മുടെ ഈ ഒരു സാറ്റിൻ റിബൺ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ വഴിയേ വരുന്നതായിരിക്കും. താങ്ക്